നവാഫത്ത് ഈമാൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. നവാഫത്തും തൊഹാറത്തും, ശുദ്ധിയും വൃത്തിയും, രണ്ടും ഈമാനുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് വൃത്തിയോടെയും ശുദ്ധിയോടെയും ജീവിക്കണം എന്നതാണ്. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു, വെള്ളിയാഴ്ച അൽക്കഹ്ഫ് ഓതണം. ഒരു വെള്ളിയാഴ്ചയിൽ ഒരാൾ അൽക്കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കുമെന്ന് ഹദീസിലുണ്ട്. പ്രകാശം എന്ന് പറയുന്നത് ഈമാനിനെ തൊട്ട് പറയപ്പെടുന്ന ഒരു ഉദാഹരണമാണ്. പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈമാനാണ് എന്നാണ്. ഒരു വെള്ളിയാഴ്ച അൽക്കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം, ഒരു വെള്ളിയാഴ്ച അൽക്കഹ്ഫ് ഓതി അടുത്ത വെള്ളിയാഴ്ചക്കിടയിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഈമാനോടുകൂടെയല്ലാതെ മരിക്കുകയില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവാൻ രണ്ടാമതായി വേണ്ടത് വെള്ളിയാഴ്ച അൽക്കഹ്ഫ് ഓതണം. 3 അൽക്കഹ്ഫ് മുൻഗാമികൾ ഓതിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒന്നിനെങ്കിലും നമുക്ക് നേരം കിട്ടിയേ പറ്റൂ. ജുമാ ആണുങ്ങൾക്കുള്ളൂ, പെണ്ണുങ്ങൾക്കില്ല. അൽക്കഹ്ഫ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് അൽക്കഹ്ഫ് ആണുങ്ങൾ മാത്രം ഓതിയാൽ പോരാ, അൽക്കഹ്ഫ് പെണ്ണുങ്ങൾ ഓതണം. ജുമാക്ക് ആണുങ്ങൾ മാത്രമാണ് പോകേണ്ടത് എന്ന് മാത്രം. ജുമാന്റെ മുമ്പ് ഓതാം എന്ന് നമ്മൾ വെച്ചിട്ട് പിന്നെ അവസാനം നേരം കിട്ടാതിരിക്കലുണ്ട്. അതില്ലാതിരിക്കാനേ നല്ലത് സുബീക്കന്നെ ഓതലാണ്. എന്നാൽ പിന്നെ നേരം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല. വെള്ളിയാഴ്ച സുബീക്ക് തന്നെ അൽക്കഹ്ഫ് സൂറത്തണ്ട് ഓതുക. ഇനി അഥവാ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ജുമാന്റെ മുമ്പ് ഓതണം. ജുമാന്റെ മുമ്പ് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ജുമാക്ക് നമ്മൾ അതിനകത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നല്ലത് മാത്രമേ പറയണേ. ഇന്നെന്താ സംഭവം എന്നറിയില്ല. എന്തായാലും ആട്ടെ, ജുമാന്റെ മുമ്പ് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ജുമാന്റെ ശേഷം ഓതണം. നമ്മളേതായാലും ജുമാക്ക് പോകുമല്ലോ. ജുമാ എരിഞ്ഞിട്ട് പോരുന്നതിൻ്റെ മുന്നേ അൽക്കഹ്ഫ് ഓതിയിട്ട് പോരണം. മഗ്‌രിബ് വരെ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ അൽക്കഹ്ഫ് ഖളാ വീട്ടണം. ഒരാഴ്ച ഖളാ വീട്ടിയാൽ അടുത്ത ആഴ്ച നമുക്ക് നേരത്തെ തന്നെ ഓർമ്മ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് അൽക്കഹ്ഫ് ഖളാ വീട്ടണം. അങ്ങനെ സൂറത്തുൽ കഹ്ഫ് ഓതുക എന്നത് ആഴ്ചയിൽ ഒരിക്കൽ നമുക്കൊരു ശീലമായിരിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ മരിച്ചവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതി ദ്വാരക്കണം. വെള്ളിയാഴ്ച രാവിലെ നല്ലതാണ്. എന്നും ചെയ്യുന്ന ആൾക്കാരുണ്ട്, വളരെ നല്ലതാണ്. എല്ലാ ദിവസവും തബാറക്കും സൂറത്തുൽ വാഖിയ ഓതണം. ഒന്ന് ദുന്യാവുക്കും ഒന്ന് ആഖിറത്തുക്കും. തബാറക്ക ആഖിറത്തുക്ക്, സൂറത്തുൽ വാഖിയ ദുന്യാവുക്കാണ് എന്ന് ചൊറുക്കിന് പറയാണ്. സംഗതി അതും ആഖിറത്തുക്കുള്ള തന്നെയാണ്. എന്നാൽ ദുന്യാവുക്കും പറ്റും. ദാരിദ്ര്യം വരാതിരിക്കാൻ സൂറത്തുൽ വാഖിയയും ഖബറിലെ അദാബില്ലാതിരിക്കാൻ തബാറക്ക സൂറത്തും എല്ലാ ദിവസത്തിലും ഓതണം. ഇനി മൂന്നാമത്തത്, മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കാൻ മൂന്നാമതായി ചെയ്യേണ്ടത് ഉറങ്ങുന്ന സമയത്തെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കി മാറ്റലാണ്. ഉറങ്ങുന്നവന്റെ ദിക്ർ ഉറക്കത്തിൽ മുറിയൂല, ഉണർച്ചയിലാണ് മുറിയുന്നത് എന്നാണ്. ഒരാൾ ഉറങ്ങുമ്പോൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാണ്ട് ഇങ്ങനെ ഉറങ്ങിയാൽ ഉറക്കത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉണരുമ്പോഴാണ് ആ ദിക്ർ നിൽക്കുന്നത് എന്നാണ്. ഉറക്കത്തിൽ നിൽക്കൂല. ഉറങ്ങുന്നവന്റെ ഉറക്കത്തിൽ മുറിയില, ഉണർച്ചയിലാണ് മുറിയ. ഒരാൾ ഉറങ്ങി, ഓൻ്റെ ഓത് എപ്പോഴാണ് മുറിയുന്നത്? നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നബിയെ നിങ്ങൾക്ക് ഞാൻ വളരെ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള താരീഖാണ് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെത്. അത് വായിച്ചാൽ ജ്യേഷ്ഠനും അഞ്ചനും എത്ര വലിയ തെറ്റാണെങ്കിലും മുണ്ടാൻ തോന്നുന്നതാണ്. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ 9 ആളും കൂടിയിട്ട് കെൻറ്റക്ക് കൊണ്ടുപോയിട്ടത് മിസ്ർ പോയിട്ട് രാജാവാകാനായിരുന്നില്ല, കൊല്ലാൻ തന്നെ ഇരുന്നു. കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ്.
മൂപ്പര് മരിച്ചില്ല എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ ഇട്ടത് കൊല്ലാനാണ്. ആ ജ്യേഷ്ഠന്മാര് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കിണറ്റ് കൊണ്ടയിട്ട ആ ജ്യേഷ്ഠന്മാര് യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്റിലെ രാജാവായതിനു ശേഷം ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്ന ഒരു രംഗമുണ്ട്. ബാപ്പാന്റെ ഒപ്പം ജ്യേഷ്ഠന്മാരെല്ലാരും കൂടിയിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കാണാൻ വേണ്ടി വരികയാണ്. തന്നെ കിണറ്റിലിട്ട ജ്യേഷ്ഠന്മാര് വന്ന ദിവസം മഹാനായ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല എന്നതാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ താരീഖിലുള്ളത്. ബഹുമാനം കൊണ്ട് ആ മനുഷ്യന് അല്ലാഹു വലിയ നിഅമത്ത് ചെയ്തു. യൂസുഫ് നബി പോയോടത്തൊക്കെ പൈസ ഉണ്ടാവും എന്നുള്ളതായിരുന്നു നിയമത്ത്. സയ്യിദുനാ യൂസുഫ് അലൈഹി ഇസ്ലാം എവിടെ പോയാലും അവിടൊക്കെ ആൾക്കാർക്ക് നല്ല പൈസ ഉണ്ടാവും. ഒരിക്കൽ നൈൽ നദിയുടെ മറുകരയിൽ താമസിക്കുന്ന ആളുകൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മഹാനായ യൂസുഫ് നബിയെ, നിങ്ങൾ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞു. മൂപ്പര് ചോദിച്ചു, എന്തുപകാരം വേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നിങ്ങൾ കുറച്ചു കാലം ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് പാർക്കുമോ എന്ന് ചോദിച്ചു. യൂസുഫ് നബി ചോദിച്ചു, അതെന്തിനാ അപ്പം ഞാൻ നിങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നിങ്ങളവിടെ വന്ന് താമസിച്ചാൽ അവിടെ കൃഷി ഉണ്ടാവും, വരുമാനം ഉണ്ടാവും, കച്ചവടം ഉഷാറാവും, കടങ്ങളൊക്കെ വീടി സലാമത്താകും, വീട് പണികളൊക്കെ തീരും, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവും, സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഏതാനും ദിവസം ഒന്ന് വന്ന് താമസിക്കുമോ എന്ന് ചോദിച്ചു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വന്ന് പാർത്തോളാർ. അങ്ങനെ മൂപ്പര് പോയി, വിരുന്നിറക്കാൻ പോയി. നൈലിൻ്റെ മറുകരയിൽ പോയി യൂസുഫ് നബി അലൈഹി ഇസ്ലാം താമസമാക്കി. നാട്ടുകാർ വിചാരിച്ച മാതിരി തന്നെ അവർക്ക് സമ്പത്തുണ്ടായി. കൃഷികൾ നടന്നു, ജലസേചനം നടന്നു, വീട് പണി തീർന്നു, ധാരാളം സമ്പത്തുണ്ടായി, സമൃദ്ധി ഉണ്ടായി.